ഹായ്, ഈ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് അഡ്മിഷൻ കിട്ടിയ ദിലിൻ്റെ പപ്പയും മമ്മിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് വെൽക്കം ചെയ്യാം. എന്തുകൊണ്ടാണ് +2 കഴിഞ്ഞപ്പോൾ ദിലിനെ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് ജർമ്മനിയിലേക്ക് വിടാമെന്ന് ഒരു പ്ലാൻ വന്നു? ഞങ്ങൾ +2 ആകുമ്പോഴേക്കും കുറേ ആലോചിച്ചു എന്താ ചെയ്യാന്ന്. പിന്നെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അതിനെക്കുറിച്ച് നോക്കിയപ്പോൾ നാട്ടിൽ പഠിക്കുന്നതിനെക്കാട്ടിലും ജർമ്മനി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എക്സ്പീരിയൻസും പിന്നെ വർക്കും കുറവാണ്, നന്നായി പഠിക്കാനും പറ്റും, പിന്നെ സ്റ്റൈഫണ്ടും കിട്ടും. അപ്പോൾ അതെല്ലാം കൂടി ആലോചിച്ചപ്പോൾ എന്നാൽ പിന്നെ ജർമ്മനിയിലേക്ക് പോവാം എന്ന് വിചാരിച്ചു. എൻ്റെ ഒരു പഴയ മോഹം കൂടിയായിരുന്നു, അത് നടന്നില്ല. അപ്പം എൻ്റെ മോള് ജർമ്മനിയിൽ എത്തിക്കണമെന്നും കൂടി ഒരു ആഗ്രഹം ഉണ്ടായി. അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സ്കൈഹോക്കാണ്. ദിലിൻ ഇങ്ങനെ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് ജർമ്മനിയിൽ പോകുന്ന കാര്യം ആദ്യം വീട്ടിൽ പറഞ്ഞാണല്ലോ, അപ്പോൾ എന്തായിരുന്നു ഒരു റിയാക്ഷൻ? ഞങ്ങൾക്ക് ആദ്യം വലിയൊരു ടെൻഷൻ തന്നെയായിരുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തി, ഈ നല്ല ബെറ്റർ ഓപ്ഷനായി ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഇത് ചൂസ് ചെയ്തു അല്ലേ? 2 മൊഡ്യൂൾസ് വെച്ചിട്ട് ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമായിരുന്നു? അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ 2 മൊഡ്യൂൾ പാസ്സായിട്ട് ടെൻഷൻ അടിച്ച റിസൾട്ടിൻ്റെ പിറ്റേ ദിവസമാണ് പ്രണവ് സാറ് വിളിച്ചത്. അപ്പോൾ ഡിലിൻ പറഞ്ഞു, മമ്മി അതൊന്നും നടക്കില്ല എന്ന്. ഞാൻ പറഞ്ഞു, നീ ഒന്ന് കോൾ അറ്റൻഡ് ചെയ്യും, എന്താ നടക്കുക നോക്കാമല്ലോ, ജസ്റ്റ് ഒന്ന് ഇൻ്റർവ്യൂ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു പ്രാക്ടീസ് അല്ലേ എന്ന് പറഞ്ഞ് കോള് അറ്റൻഡ് ചെയ്തു. പിറ്റേ ദിവസം തന്നെ സാറ് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴിവള് പറഞ്ഞു, മമ്മി ശരിയായിട്ടുണ്ടാവില്ല, പാസ്സാവില്ല. പക്ഷെ അത് പാസ്സായി. അങ്ങനെ സെക്കൻഡ് ഇൻ്റർവ്യൂവും കഴിഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ആ ജേണിയാണ് ഇപ്പോൾ ഇവിടം വരെ ഞങ്ങളെ കൊണ്ട് എത്തിച്ചത്. അങ്ങനെ ഹാപ്പി അല്ലേ? ഹാപ്പി ആണോന്നാ? ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. അതിന് പ്രണവ് സാറും സരൺ സാറും ഭയങ്കരമായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇവിടം വരെ എത്തി. ഇനി എൻ്റെ മോള് ജർമ്മനിയിൽ എത്തണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ എന്താണ് പൊതുവെ പാരൻസിന് കൊടുക്കാൻ പറ്റിയൊരു, അതായത് നമ്മുടെ ഇപ്പോൾ സ്കൈഹോക്കിൽ വന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് പാരൻസിനോട് പറയാനുള്ളത്? അപ്പോൾ ഈ ജർമ്മനിയിലേക്ക് കുട്ടികളെ കടത്തി വിടാം അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വിടാം എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണെന്ന് വിചാരിച്ച ആളാണ് ഞാൻ. അത് നമ്മുടെ സ്കൈഹോക്ക് ഒരു എന്താ പറയുക, ഒരു മലേനൊരു പഞ്ഞി പോലെ ആക്കി തീർത്ത പോലത്തെ അത്രയും എളുപ്പമാക്കി തന്നു. അതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു. ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.